ഹായ് ഹലോ നമസ്കാരം. നെല്ലിക്കാംപൊയൽ നൈറ്റ് റൈഡേഴ്സ്. നൗഫൽ അബ്ദുള്ളയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ എഡിറ്റർ ആയിട്ടുള്ളത്. ഒരുപാട് മലയാള സിനിമയിലേക്ക് പുള്ളിക്കാരൻ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കാൻ്റെ നമ്മുടെ ഗേറ്റ് ഫാദറിലൊക്കെ പുള്ളിക്കാരൻ വർക്ക് ചെയ്ത് എഡിറ്ററായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ളത് അബ്ബാസ് തിരുനവായ ആൻഡ് സജിൻ അലി ആൻഡ് ദീപൻ പട്ടേൽ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് നേഹ നായർ ആൻഡ് ഗേരി പെരേര. ആറാട്ടണ്ണൻ തന്നെ ആ പെരേരയല്ല, നമ്മുടെ ഗേരി പെരേര. അഭിലാഷ് ശങ്കറാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആക്ടേഴ്സ് മാത്യു തോമസ് നല്ല കട്ട താടിയൊക്കെ ഉണ്ട്. ഇതുപോലെയൊന്നും അല്ല, നല്ല അടിപൊളി താടി. ഇത് വെപ്പാന്നറിയില്ല, പക്ഷേ എങ്കിൽ നല്ല അടിപൊളി താടിയൊക്കെ വെച്ച് ചുളനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പഴയകാല വിജയ് എന്നൊക്കെ പറയുന്ന ക്യാരക്ടറിൽ അതുപോലെയൊക്കെ അങ്ങനെ കണ്ടുന്ന ഒരുപാട് പരിപാടികളൊക്കെ പുള്ളിക്കാരുണ്ട്. ആക്ടേഴ്സ് മെറിൻ ഫിലിപ്പ് ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒരു ഹൊറർ ക്യാരക്ടറാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. ശ്യാമ ഒരു ഉരുള കഴിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി. പലരും തിയേറ്ററിൽ നിന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് പേഴ്സണലി ചിരിയൊന്നും വന്നില്ല. കാരണം എനിക്ക് കുറച്ചുകൂടി ആ സിനിമ ആ ഒരു ക്യാരക്ടർ കണക്റ്റായി. അതുകൊണ്ട് എനിക്ക് ചിരിയൊന്നും വന്നില്ല. ഒരു ഹൊറർ പരിപാടി അത് നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്നു. ഭയം എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഭയമൊന്നുമല്ല, പക്ഷേ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഭയപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അതിൽ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ റോണി ഡേയുടെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അബു സലീം ഇതിൽ ചെയ്തിട്ടുണ്ട്. ശരത് സഭ എനിക്ക് നല്ല ഇഷ്ടമുള്ള ആക്ടറാണ്. ഏത് നല്ല ഹിറ്റ് പടം ഉണ്ട് അതിൽ ശരത് സഭ ഉണ്ടായിരിക്കും. ശരത് സഭ ഇതിൽ നന്നായി ചെയ്തിട്ടുണ്ട്. മാത്യുവിൻ്റെ ഒപ്പം കട്ടക്കി പലപ്പോഴും മാത്യുവിനെ നൈസായിട്ട് സൈഡാക്കാൻ ശരത് സഭ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ റോഷൻ, ആവേശത്തിലുള്ള റോഷൻ ഇതിൽ അഭിനയിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ്റെ പേരാണ്. അപ്പോൾ ഇതിൽ ബാംഗ്ലൂരിൽ ജോലി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ മാത്യു. എനിക്കൊന്ന് ഈ പടം നടക്കുന്നത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു 90 എന്ന് പറയാൻ പറ്റില്ല, 99 ആ ഒരു കാരണം. ഇതിൽ മൊബൈൽ ഫോൺ ഈ സിനിമയിൽ കാണിക്കുന്നില്ല. ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് കഥയാണ് പറയുന്നത്. മൊബൈൽ ഫോൺ കാണിക്കുന്നില്ല സിനിമയിൽ. വായനശാലകൾ കാണിക്കുന്നുണ്ട്. പിന്നെ ആ കാലഘട്ടത്തിലുള്ള ഒരു കടകൾ, അവിടെയുള്ള ആ ഒരു ഗ്രാമം കാണിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഭയങ്കര ആ ഒരു പണ്ടത്തെ ഒരു പരിപാടിയാണ് കാണിക്കുന്നത്. പിന്നെ ഈ സിനിമയിലേക്ക് സ്റ്റോറിയിലേക്ക് വരുമ്പോൾ മാടൻ മറുത പരിപാടി കാര്യങ്ങളൊക്കെ ഒരുപാട് സിനിമയിൽ കാണിക്കുന്നുള്ള ഇപ്പോൾ ക്ലീശയായിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും അത് ആസ് എ റൈറ്റർ നന്നായിട്ട് തന്നെ പുള്ളിക്കാരൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടം അങ്ങനെയാണല്ലോ. അപ്പോൾ മാടൻ മറുത, അതുപോലെ കൂളി എന്ന് പറയുന്നത് അത് പല സ്ഥലങ്ങളിലും പേരുകൾ മാറും. കൂളി എന്നല്ല, വേറെ എന്തൊക്കെ പേരാണ് പറയുക. അപ്പോൾ ഇരുട്ടിനെ ഭയമുള്ള ഒരു ഒരു ക്യാരക്ടറാണ് നമ്മുടെ ശ്യാം എന്ന് പറയുന്ന ക്യാരക്ടർ. ശ്യാമൻ അദ്ദേഹം ചെയ്തിരിക്കുന്നത്, നമ്മുടെ മാത്യു ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കാമുകിക്ക് അറിയില്ല അദ്ദേഹം ഇരുട്ടിനെ ഭയപ്പെടുന്നു എന്ന്. അദ്ദേഹത്തിന് മുമ്പിൽ, കാമുകിയുടെ മുമ്പിൽ അദ്ദേഹം സൂപ്പർ ഹീറോ ആണ്. ഭയങ്കര ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ച് നാട്ടിൽ തന്നെ വലിയ പേരുള്ള ഒരാളാണ്. ആക്ട്രസ് ആയാലും അത് ഭയങ്കര ഡിറ്റക്റ്റീവ് നോവലുകളൊക്കെ വായിച്ച് ഭയങ്കര എന്താ പറയുക, ഒരു സൂപ്പർ ഹീറോ പരിവേഷം മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള റൊമാൻസ് പരിപാടികളൊക്കെ ഇറ്റ്സ് ഓക്കെ. രണ്ടുപേരും പുതിയ ആളുകളാണല്ലോ, അപ്പോൾ അവർ തമ്മിലുള്ളതൊക്കെ നന്നായിട്ട് തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇദ്ദേഹം ഇരുട്ടിനെ ഭയപ്പെടുത്തിട്ട് അവിടേക്ക് ഒരു കുതിരക്കാലൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരികയാണ്. അത് മാടനാണോ മറുതയാണോ എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇദ്ദേഹം ഒരു മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ നാട്ടിൽ പോയിട്ട് ഇവർ 3 പേരും, ശരത് സഭയും മാത്യുവും റോഷനും 3 പേരും കൂടിയിട്ട് അവിടെ പോയിട്ട് ഇവരെ നൈസായിട്ട് പൊക്കാനും അവിടെയുള്ളൊരു കോൺഫ്ലിക്റ്റും പിന്നീട് ഇവിടെ തിരിച്ച് ഗ്രാമത്തിലേക്ക് വരുന്ന ഒരു പരിപാടി. ഇങ്ങനെയൊക്കെയാണ് സിനിമയുടെ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഈ ഹൊറർ എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് കോമഡികൾ, പ്രത്യേകിച്ച് നമ്മുടെ അബു സലീമൊക്കെ അറിയാമല്ലോ, പുള്ളിക്കാരൻ ഒരു പട്ടാളക്കാരനായിട്ട് അതിൽ വേഷം ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെ ഇതൊക്കെ പിടിച്ചിങ്ങനെ ഡയലോഗ് പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് പ്രജാപതി എന്നുള്ള മമ്മൂക്കാൻ്റെ സിനിമയിൽ ഒരു ഡയലോഗുണ്ട്. അപ്പോൾ അദ്ദേഹം വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഒരാൾ ചോദിക്കും, ഇത് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം അല്ലാതെ പറയും. പിന്നെ അതെന്താ അത് കുണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് അബു സലീം പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സ്പോട്ടായിട്ടുള്ളൊരു ഒരു കോണ്ടൻ്റാണത്. അത് നൈസായിട്ട് അന്ന് വർക്കായിരുന്നു. അതുപോലെ ഇന്നും അത് വർക്കാവുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ അത് കോമഡി അല്ലെങ്കിൽ അദ്ദേഹം പറയുമ്പോൾ ഭയങ്കര നൈസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ VFX ഒക്കെ നന്നായി. VFX ഒരുപാടൊന്നും ഇല്ലെങ്കിൽ ഉള്ളത് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിൻ്റെ അടുക്കുമ്പോഴുള്ള കുറച്ച് ഫയറിങ് സീനുകൾ, അതുപോലെയുള്ള പിന്നെ ഇതിൻ്റെ ആ ക്യാരക്ടർ വില്ലനെ ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് കാണണം, അത് സ്പോയിലറൊന്നുമല്ല. അത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ തന്നെ ഈ പടം അവർ പറയുന്നുണ്ട്, ഈ വില്ലൻ്റെ ക്യാരക്ടറും പോസ്റ്ററൊക്കെ അടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നമുക്ക് അദ്ദേഹത്തെ അറിയാം, ആരാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് പക്ഷേ പടം കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് കളയുന്നില്ലാണ്ട് ഞാൻ പറയുന്നില്ല. ഈ പടത്തിൽ സ്പോയിലറും പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇതിൽ ഹൊററായിട്ടുള്ള പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ആക്ഷൻ ചെയ്തിരിക്കുന്നത് 1-2 ആക്ഷൻ ഉള്ളൂ. എനിക്കൊന്നു വേടൻ്റെ റാപ്പ് ക്ലൈമാക്സിൽ
ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ മാത്യുവിൻ്റെ ഒരു 4-5 പഞ്ചുണ്ട്, അത് പൊളിച്ചിട്ടുണ്ട്. അത് മാത്യുവിൻ്റെ അറിയാലോ, നമുക്ക് ആക്ഷൻ ചെയ്യുമ്പോൾ ഒരു ബിലീവ് ഉണ്ട്. അത് അടിപൊളിയായിട്ട് മാത്യു ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പല സിനിമയിലും കണ്ട പോലെ തന്നെ. ഇപ്പോൾ എനിക്ക് പറയാം, ARMലൊക്കെ ടോബിനോ അങ്ങനെ ആ ഒരു സോങ് ഇട്ട് ജെക്സ് വിജയ് പൊട്ടിച്ചിട്ടുണ്ടല്ലോ വിത്ത് ക്ലൈമാക്സ്. അതുപോലെ ഇതിലൊരു ചെറിയൊരു സാധനം വേടൻ്റെ റാപ്പ് ഇട്ടിട്ട് മാത്യുവിന് ഒരു ചെറിയൊരു പരിപാടി കൊടുത്തിട്ടുണ്ട്. അത് മാത്യു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് കാരണം ഇങ്ങനെ ഈ സിനിമയിൽ ഒരുപാട് ഹോപ്പ് തരുന്നുണ്ട് പല സീനുകളിലും. പ്രത്യേകിച്ച് ഇത് ഫസ്റ്റ് ഹാഫിൽ വൺ ഹോപ്പ്, ഇറ്റ്സ് നോട്ട് എ ഹൈപ്പ്, ഹോപ്പ് കാണുന്ന പ്രേക്ഷകന് വൺ ഹോപ്പ് തന്നിട്ട് സെക്കൻഡ് ഹാഫിലും ഇതേ ഹോപ്പ് ഇങ്ങനെ പോയിട്ട് ക്ലൈമാക്സ് എത്തും. പക്ഷേ എനിക്കൊന്നും ഈ എഡിറ്റേഴ്സൊക്കെ പടം മേക്ക് ചെയ്യുമ്പോൾ അവർ അത്ര മൈക്രോ സ്റ്റഡി നടത്തും. അതുപോലെ ചെയ്തെന്ന് തോന്നുന്നു അബ്ദുള്ള. കാരണം അനാവശ്യമായിട്ടുള്ള സീനുകൾ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം, പ്രത്യേകിച്ച് ക്രിഞ്ച് പരിപാടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഈ സിനിമ 2-2.5 മണിക്കൂർ സിനിമ വേണമായിരുന്നു. എനിക്കിതിൻ്റെ ക്ലൈമാക്സിൽ ഒരു 2ാം ഭാഗമോ ഇല്ലെങ്കിൽ ഇതിൽ വേറെന്തെങ്കിലും അതൊന്നുമല്ല. പക്ഷേ എങ്കിലും പടം കുറച്ചുകൂടി വേണമെന്ന് തോന്നി. കാരണം അത് ചിലപ്പോൾ തിരക്കഥ എഴുതുന്നതിൽ പരാജയമായിരിക്കാം. ആസ് എ മേക്കർ ഈസ് എ ബ്രില്യൻ, അത് യാതൊരു തർക്കമില്ല. നൗഫൽ അബ്ദുള്ള നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മേക്കിങ്ങിൽ യാതൊരു ഇതും ലാഗില്ല പടത്തിൽ, എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. പടത്തിലെല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. ഒരു IA എന്ന് പറയുന്ന ഒരു സീനൊന്നും ഈ സിനിമയിലില്ല. ഈ സിനിമ ഫാമിലി ആയിട്ട് കാണാം, കുട്ടികളൊപ്പം കാണാം, എല്ലാവരോടൊപ്പം കാണാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നതിൽ വെച്ചിട്ട് ഒരു മികച്ചൊരു സിനിമ എന്ന് പറയാം. പക്ഷേ എങ്കിലും എന്തൊക്കെ എവിടെയൊക്കെയോ ക്ലൈമാക്സിൽ കുറച്ച് പോരായ്മകളുണ്ട്. ഒരു പെട്ടെന്ന് ഹൈ മൊമെൻറ്റ് കൊടുത്തിട്ട് പെട്ടെന്ന് ഈ സിനിമ അവസാനിപ്പിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ എല്ലാവരെയും കൂടി എൻജോയ് ചെയ്തിട്ട് ഈ സിനിമ നിങ്ങൾക്ക് കാണാം. ഇതിൽ റോണി ഡേവിഡ് പോലുള്ള ക്യാരക്ടറൊക്കെ നന്നായി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരും ഈ സിനിമയിലെ എല്ലാ ആളുകളും ഗംഭീരം എന്ന് പറയില്ല, പക്ഷേ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും നല്ല ക്യാരക്ടറുണ്ട്. അവർക്ക് ആ ക്യാരക്ടർ അനുസരിച്ചിട്ടുള്ള വേഷവിധാനങ്ങളുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള എനർജി ലെവലുണ്ട്, അതനുസരിച്ചിട്ടുള്ള ഡയലോഗുകളുണ്ട്. എല്ലാം കൊണ്ടും നന്നായിട്ട് തന്നെ ഇവർ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാം. താങ്ക് യു.